നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് LBS MCA എൻട്രൻസ് 2018 റീസണിംഗ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the monthly income of P and Q are in the ratio of 5:4. Their expenses are in the ratio of 3:2. If P saves rupees 6,000 and Q saves rupees 5,000, at the end of the month, their monthly income respectively are in rupees. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മന്ത്ലി ഇൻകം ആണ്. പിയുടെയും ക്യൂവിൻ്റെയും മന്ത്ലി ഇൻകം കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുള്ളതിൽ പിയുടെയും ക്യൂവിൻ്റെയും ഇൻകം റേഷ്യോ എന്ന് പറയുന്നത് 5:4 എക്സ്പെൻഡിച്ചർ റേഷ്യോ എന്ന് പറയുന്നത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 3:2 എന്ന് തന്നിട്ടുണ്ട്. സേവിങ്സ് എത്രയാണ്? സേവിങ്സ് പിയുടെ സേവിങ്സ് 6,000 ക്യൂവിൻ്റെ സേവിങ്സ് 5,000 എന്ന് തന്നിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം അറിയേണ്ടത് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ സേവിങ്സ് എന്ന് പറഞ്ഞാൽ, ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ് ഇൻകം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു സേവിങ്സ്. ഇതിൽ നിന്ന് നമുക്ക് റേഷ്യോ നമുക്ക് ഈ ഇക്വേഷൻ ഫോം ചെയ്യണം. അതായത് പിയുടെ ഇൻകവും എക്സ്പെൻഡിച്ചറും സേവിങ്സും വെച്ചിട്ട്. അപ്പോൾ 5i ഇൻകം ഓഫ് പി മൈനസ് എക്സ്പെൻഡിച്ചർ ഓഫ് പി, അതായത് 3e ഈസ് ഈക്വൽ ടു സേവിങ്സ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? പിയുടെ സേവിങ്സ് എന്ന് പറഞ്ഞാൽ 6,000. ദെൻ ഇൻകം ഓഫ് ക്യൂവിൻ്റെ ഇത് പിയുടേതാണ്. നെക്സ്റ്റ് ക്യൂവിൻ്റെത്, ക്യൂവിൻ്റെ ഇൻകം എന്ന് പറഞ്ഞത് 4i മൈനസ് 2e ഈസ് ഈക്വൽ ടു 5,000. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻകം ഓഫ് ബോത്ത് പി ആൻഡ് ക്യൂ. ദെൻ ആദ്യം ഈ ടേംസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യണമെന്ന് നോക്കുക. അതിനെന്ത് ചെയ്യണം? ആദ്യത്തെ ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 2 ചെയ്യുമ്പം ഈ ടേം സെയിം ആവും. സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 3 ചെയ്യുമ്പം സെക്കൻഡ് ഇക്വേഷനിൽ ഈ ടേം സെയിം ആവും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാവും? 10i മൈനസ് 2 ഇൻറ്റു 3 6e ഈസ് ഈക്വൽ ടു 12,000. ദെൻ സെക്കൻഡ് ഇക്വേഷൻ ബിക്കം 12i മൈനസ് 6e ഈസ് ഈക്വൽ ടു 15,000. അതായത് മൈനസ് 2i ഈസ് ഈക്വൽ ടു, ഇവിടെ 0 ടേം, മൈനസ് 3,000. ദാറ്റ് ഈസ് ഈക്വൽ ടു I is equal to 3,000 by 2. That is equal to 1,500. 1,500 കിട്ടിക്കഴിഞ്ഞാൽ I ആണ് കിട്ടി. ഇനി നമുക്ക് പിയുടെ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകത്തിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:4 ആണ്. അപ്പോൾ 5 ഇൻറ്റു 1,500 ഇട്ടപ്പം പിയുടെ ഇൻകം 7,500 എന്നും ക്യൂവിൻ്റെ ഇൻകം 4 ഇൻറ്റു 1,500 ചെയ്യുമ്പോൾ 6,000 എന്നും കിട്ടും. അതായത് ഓപ്ഷൻ ഏതാണ്? സെക്കൻഡ് ഓപ്ഷനാണ് ആൻസർ. ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈംസ് ആൻ അവർ ഹാൻഡ് ആൻഡ് എ മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ആർ അറ്റ് റൈറ്റ് ആംഗിൾസ്? ഒരു ക്ലോക്കിലെ എത്ര ടൈമിലാണ് റൈറ്റ് ആംഗിൾസ് മേക്ക് ചെയ്യണം? അതായത് 1 അവറിൽ എത്ര റൈറ്റ് ആംഗിൾസ് മേക്ക് ചെയ്യുമെന്ന് അറിയണം. അതായത് 1 അവറിൽ ഇപ്പോൾ എക്സാമ്പിൾ 3ഉം 12ഉമായിട്ട് ഫസ്റ്റ് റൈറ്റ് ആംഗിൾ, ദെൻ അടുത്ത റൈറ്റ് ആംഗിൾ ഇത് എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? 3യിൽ അവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡ്, അതായത് 1 അവറിൽ 2 തവണയാണ്. അതായത് 1 അവറിൽ റൈറ്റ് ആംഗിൾ മേക്ക് ചെയ്യുന്നത് 2 ടൈംസ് ആണ്. 12 അവറിലത് 22 ടൈംസ്. 24 അവർ, അതായത് 1 ഡേയിൽ എത്ര റൈറ്റ് ആംഗിൾസ് മേക്ക് ചെയ്യും? 44 ടൈംസ് ആണ് റൈറ്റ് ആംഗിൾസ് മേക്ക് ചെയ്യുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 1 PM തൊട്ട് 10 PM, അതിനിടയിൽ എത്ര അവേഴ്സ് ഉണ്ട്? 9 അവേഴ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് 2 ഇൻറ്റു 9 ഈക്വൽ ടു 18 ടൈംസ് ആണ് റൈറ്റ് ആംഗിൾസ് മേക്ക് ചെയ്യുന്നത്. ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how many letters of the English alphabet capital letters appears the same when looked at in a mirror? ഒരു മിററിൽ കാണിക്കുമ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് അതേപോലെ കാണിക്കുന്ന എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ, ദെൻ എ, എച്ച്, ഐ, എം, ഒ, ടി, യു, വി, ഡബ്ല്യു, എക്സ്, വൈ.
അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11. Answer is C. Next question. Out of 150 students appearing in examination, 72 failed in English, 62 failed in maths, whereas 34 failed in English and maths. The number of students who passed the examination is. എത്ര സ്റ്റുഡൻസ് ആണ് എക്സാമിനേഷൻ പാസ് ആയെന്നാണ് തന്നേക്കുന്ന. ഡീറ്റെയിൽസ് എല്ലാം ഫെയിൽഡ് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നേക്കുന്നത്. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 150 സ്റ്റുഡൻസ് ടോട്ടലുണ്ട്. ഇതിൽ നിന്ന് ടോട്ടൽ ഫെയിൽഡ് സ്റ്റുഡൻസ് ഇംഗ്ലീഷിലും മാത്സിലും മൊത്തത്തിൽ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതായത് എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ്. ഒരു സെറ്റിലൊരു വെൻ ഡയഗ്രാം ഉണ്ട്. അതായത് എ ബി ഇതെന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള എ ഇൻ്റർസെക്ഷൻ ബി. ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഇവിടെ എക്ക് പകരം ഇംഗ്ലീഷ് എടുക്കുക. ഇംഗ്ലീഷ് എത്ര? 72. ബിക്ക് എന്ന് പറഞ്ഞാൽ ബിക്ക് 62, കോമൺ എന്ന് പറഞ്ഞാൽ 34 തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ ഫെയിൽഡ് സ്റ്റുഡൻസ് കണ്ടുപിടിക്കാം. അതായത് ടോട്ടൽ ഫെയിൽഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഈ യൂണിയൻ മാത്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ഇംഗ്ലീഷിൽ 72 പ്ലസ് 62 മാത്സ് മൈനസ് കോമൺ 32 ദാറ്റ് ഈസ് ഈക്വൽ ടു 134 32 അല്ല 34 ആണ്. 134 മൈനസ് 34 ദാറ്റ് ഈസ് ഈക്വൽ ടു 100. ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 150 ഉണ്ട്. അപ്പോൾ ടോട്ടൽ പാസ്ഡ് ഈസ് ഈക്വൽ ടു 150 മൈനസ് ടോട്ടൽ ഫെയിൽഡ് സ്റ്റുഡൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 50. 50 സ്റ്റുഡൻസ് പാസ്ഡ് ദ എക്സാമിനേഷൻ. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ഫാമിലി എ കപ്പിൾ ഹാസ് എ സൺ ആൻഡ് എ ഡോട്ടർ. അതായത് അപ്പോഴേ ആ സ്ട്രക്ചർ വരയ്ക്കുക. ഫാദർ, മദർ, അവർക്ക് സണ്ണും ഡോട്ടറും ഉണ്ട്. The age of the father is 3 times that of his daughter and the age of the son is half of his mother. The wife is 9 years younger to her husband and the brother is 7 years older than his sister. The age of mother is. മദറിൻ്റെ ഏജാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്ന അനുസരിച്ച് തന്നെയാണ് അതിൻ്റെ ടേംസ് എഴുതി പോകേണ്ടത്. അതായത് ദ ഏജ് ഓഫ് ദ ഫാദർ ഈസ് 3 times ദാറ്റ് ഓഫ് ഹിസ് ഡോട്ടർ. ഫാദർ ഈസ് 3 times ഡോട്ടർ. ഫസ്റ്റ് കണ്ടീഷൻ. And the age of the son is half of his mother. Then second condition, age of ആരുടെ ഏജാണ് പറഞ്ഞിരിക്കുന്നത്? ഏജ് ഓഫ് സണ്ണ്. സൺ ഈസ് ഹാഫ് ദ ഏജ് ഓഫ് മദർ. മദർ ബൈ 2. മദറിൻ്റെ ഏജിനേക്കാളും മദറിൻ്റെ ഏജിൻ്റെ പകുതിയാണ് സണ്ണിൻ്റെ ഏജ്. അതായത് നമുക്ക് മദറിൻ്റെ ഏജ് അവിടെ നിന്ന് എഴുതാം. മദർ ഏജ് എന്ന് പറഞ്ഞാൽ 2 സൺസ് ഏജ്. ദെൻ ദ വൈഫ് ഈസ് 9 years younger to her husband. അതായത് ഫാദർ മൈനസ് മദറിൻ്റെ വയസ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആണ്. അതായത് എഫ് മൈനസ് എം ഈസ് ഈക്വൽ ടു എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 9 years എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ വൈഫ് ഈസ് 9 years younger to her husband and the brother is 7 years older than his sister. അതായത് സണ്ണിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ സൺ മൈനസ് ഡോട്ടറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 7 ആണ്. ദാറ്റ് ഈസ് എസ് മൈനസ് ഡി ഈസ് ഈക്വൽ ടു 7. ഇനി നമുക്കത് ചെയ്ത് നോക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഓപ്ഷൻ ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അതായത് എഴുതുക എഫ് ഈസ് ഈക്വൽ ടു 3 times ഡോട്ടർ, മദേഴ്സ് ഏജ് ഈസ് ഈക്വൽ ടു 2 times സൺസ് ഏജ്, ഫാദർ മൈനസ് മദർ ഈസ് ഈക്വൽ ടു 9, സൺ മൈനസ് ഡോട്ടേഴ്സ് ഏജ് ഈസ് ഈക്വൽ ടു 7. നമുക്ക് 50 മദറിൻ്റെ ഏജ് കൊടുക്കാം. മദറിൻ്റെ ഏജല്ലേ കണ്ടുപിടിക്കേണ്ട. മദറിൻ്റെ ഏജ് 50 ആണെങ്കിൽ സണ്ണിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ മദർ ബൈ 2 അല്ലേ, അതായത് 25. അങ്ങനെയാണെങ്കിൽ ഡോട്ടറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ സണ്ണിൻ്റെ ഏജ് 25 മൈനസ് 7 ചെയ്യുമ്പോൾ 18 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫാദറിൻ്റെ ഏജ് എത്ര കിട്ടും? 3 into D അല്ലേ, അതായത് 54. നമുക്കൊരു കണ്ടീഷനോട് തന്നിട്ടുണ്ട്. ഫാദർ മൈനസ് മദറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 9 ആണെന്ന് പറഞ്ഞു. 50 മൈനസ് 54 എന്ന് പറഞ്ഞാൽ 4 വരുള്ളൂ. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ 50 അല്ല ആൻസർ. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ, മദറിൻ്റെ ഏജ് 60 ആണെന്ന് നോക്കിയോ. സണ്ണിൻ്റെ ഏജ് സണ്ണെന്ന് പറഞ്ഞാൽ m/2 അല്ലേ, അതായത് 30. ഡോട്ടറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ സൺ മൈനസ് ഡോട്ടർ എന്ന് പറഞ്ഞാൽ 7 ആണ്, അതായത് 30 മൈനസ് 7 എന്ന് പറഞ്ഞാൽ 23. ഫാദറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 3 times ഡോട്ടർ ദാറ്റ് ഈസ് 69. അങ്ങനെയാണെങ്കിൽ ഫാദർ മൈനസ് മദറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് 9 വരണം. 69 മൈനസ് 60 എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ബി തന്നെയാണ്. ഇത് ചെക്ക് ചെയ്യേണ്ട കാര്യം വരത്തില്ല. ആൻസർ കിട്ടി.
Next question. If the third day of a month is Friday, which one of the following will be the fifth day from 21st of that month? അതായത് തേർഡ് ഡേ എന്ന് പറയുന്നത് ഫ്രൈഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ തേർഡ് ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തേഴ്സ്ഡേ, വെനസ്ഡേ, ട്യൂസ്ഡേ, മൺഡേ, സാറ്റർഡേ, സൺഡേ. തേർഡ് ഡേ ആണ് ഫ്രൈഡേ. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഡേ ഈസ് വെനസ്ഡേ. ഫസ്റ്റ് ഡേ വെനസ്ഡേ ആണെങ്കിൽ തൊട്ട് താഴെ വരുന്ന ഡേ ഏതാണ്? 8th. 1 + 7 8. അത് കഴിഞ്ഞ് 15. നെക്സ്റ്റ് 22. ഇത് ആ ഒരു ഓർഡറാണ്. അത് അങ്ങനെയാണെങ്കിൽ 21st ഡേ എന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേ ആണ് 21st വരുന്നത്. 21st ഡേയിൽ നിന്ന് 5th ഡേ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 2 3 4 5. ദാറ്റ് ഈസ് സാറ്റർഡേ ഈസ് ദ ആൻസർ. Next question. In how many different ways can 5 books A, B, C, D, E be arranged on a shelf so that 2 particular books A and B are always kept together? Option A 24, B 36, C 12, D 48. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? എയും ബിയും ഓൾവേസ് കെപ്റ്റ് ടുഗദർ ആയിരിക്കണം. അതായത് 5 ബുക്കുണ്ട്, അതിൽ എയും ബിയും ഫിക്സഡ് പൊസിഷൻ, എ പിന്നെ ബാക്കിയുള്ള 3 പൊസിഷൻസാണ്. അത് എങ്ങനെയാണ് നമുക്ക് അറേഞ്ച് ചെയ്യാം? 3 വേസിൽ. ഈ പൊസിഷൻ 1 വേ, ദാറ്റ് ഈസ് ടോട്ടൽ എത്ര? 4 വേസിൽ അറേഞ്ച് ചെയ്യാം. CDE, അതായത് 4 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 24. ഇനി ഫസ്റ്റ് കണ്ടീഷനിൽ എ ബി ഇല്ലേ? എ ബി ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം? ഒന്നെങ്കിൽ എ ബി ആയിട്ട് അല്ലെങ്കിൽ ബി എ ആയിട്ട് അറേഞ്ച് ചെയ്യാം. അതായത് എ ബി അറേഞ്ച് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 വേസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 2. ദെയർഫോർ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് വേസ് എന്ന് പറഞ്ഞാൽ 2 × 24 ദാറ്റ് ഈസ് ഈക്വൽ ടു 48. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വവ്വൽസിൻ്റെ കേസിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. വവ്വൽസ് വരുമ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ ഒപ്റ്റിക്കൽ വവ്വൽസ് ആർ ആൾവേസ് വവ്വൽസ് എന്ന് പറയുന്നത് കെപ്റ്റ് ടുഗദർ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വവ്വൽസ് ഏതൊക്കെയാണ്? 1 2 3 OI A. OI എന്ന് പറഞ്ഞാൽ വവ്വലാണ്. ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? P T C L. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. വവ്വൽസ് അറേഞ്ച് ചെയ്യാനുള്ള 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 120. ദെൻ ബാക്കി റിമൈനിങ് വവ്വൽസിനെ അറേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 3 ഫാക്ടോറിയൽ വേസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ടോട്ടൽ അതിൻ്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 120 × 6 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. P runs faster than Q, R runs slower than S, S runs slower than Q. Who is the slowest runner? അങ്ങനെയാണെങ്കിൽ P runs faster than Q, P greater than Q എന്ന് എഴുതാം. ദെൻ R runs slower than S എന്ന് പറഞ്ഞാൽ S runs faster than R, അതായത് S greater than R. S runs slower than Q means Q runs faster than S, that is Q greater than S. Then slowest runner is R. Option D. Next question. Product of 7,825 and 999,999 is. ദെൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ 725 ഇൻറ്റു ഇതിൽ എത്ര എണ്ണം ഉണ്ട്? +1 ചെയ്യപ്പോഴത്തേക്കും ഇത് 7 നമ്പേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് 1 ഫോളോഡ് ബൈ 7 zeros. 3 4 5 6 7 -1 ചെയ്യപ്പോൾ ഈ ടേം കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്നത് 7825 ഫോളോഡ് ബൈ 7 zeros. 1 2 3 4 5 6 7 0. ദെൻ -1 ചെയ്യപ്പോൾ -7825 ദാറ്റ് ഈസ് 4 9 9 5 7 1 2 9 9 9 4 2 8 7. ആൻസർ നോക്കപ്പോൾ എല്ലാം ഒരേപോലെയാണ് ഇരിക്കുന്നത്. അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. 7824 7825 ഇതല്ല. 7824 ഇവിടെ ഉണ്ട്, ഇതിലും ഉണ്ട്. അപ്പം അടുത്തത് നെക്സ്റ്റ് നമ്പേഴ്സ് 999 അത് അതേപോലെ ഉണ്ട്. ഇവിടെ 2 ഉണ്ട്, ഇതിലുണ്ട്, ഇതിലില്ല. ആൻസർ അതല്ല. അപ്പോൾ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ.
Next question. The unit digit in the product 7 raised to 71 into 3 raised to 100 is. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പെട്ടെന്ന് നോക്കുമ്പോൾ അറിയത്തില്ല. പവർ എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പേഴ്സാണ്. അപ്പോൾ ആദ്യം സ്മോളർ നമ്പേഴ്സിൻ്റെ പവറിൽ വരുന്ന യൂണിറ്റ് ഡിജിറ്റ് ഏതെന്ന് കണ്ടുപിടിക്കണം. ആദ്യം 7 തന്നെ നോക്കാം. 7 സ്ക്വയർ ഈസ് ഈക്വൽ ടു 49. 49ലെ യൂണിറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ 9 ആണ്. യൂണിറ്റ് പ്ലേസ്. ദെൻ 7 raised to 4 ചെയ്യപ്പോഴോ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 9 വരത്തില്ലേ. 49 ഇൻറ്റു 14 അത് 9 ഇൻറ്റു 9 വരുമ്പം 81 ആണ്. അതായത് യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 1. ദാറ്റ് ഈസ് 7 raised to 4 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് മീൻസ് ചെയ്യും. ഇനി നമുക്ക് തന്നിരിക്കുന്ന 7 raised to 71ൽ 71 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നോക്കപ്പോൾ 71 68 17 റിമൈൻഡർ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 raised to 71 is equal to 7 raised to 4 the whole raised to 17 into 7 cube എന്ന് എഴുതാം നമുക്ക്. ഇനി 7 raised to 4ൻ്റെ യൂണിറ്റ് പ്ലേസ് എത്രയാണെന്ന് അറിയാം. 1 raised to 7 എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്. ഇനി 7 ക്യൂബ് നോക്കണം. 7 ക്യൂബ് എന്ന് പറഞ്ഞാൽ 343 ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് പ്ലേസ് 3, അതായത് 1 into 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ് ഫസ്റ്റിൻ്റെ യൂണിറ്റ് പ്ലേസ്. 7 raised to 71ൻ്റെ യൂണിറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ദാറ്റ് ഈസ് 7 raised to 71ൻ്റെ യൂണിറ്റ് പ്ലേസ് 3 കിട്ടി. ഇനി 3 raised to 100 അത് ആദ്യം 3 സ്ക്വയറിൻ്റെ നോക്കാം. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, യൂണിറ്റ് പ്ലേസ് 9 തന്നെയാണ്. ഇനി 3 സ്ക്വയർ നോക്കണം. 3 ക്യൂബ് നോക്കുമ്പോൾ 27, യൂണിറ്റ് പ്ലേസ് 7. ദെൻ 3 raised to 4 നോക്കാം. എഗെയിൻ 9 into 9 അല്ലേ, 81 ദാറ്റ് ഈസ് യൂണിറ്റ് പ്ലേസ് 1. ഇനി 100 എന്ന് പറഞ്ഞാൽ 4ൻ്റെ മൾട്ടിപ്പിൾ വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം. 3 raised to 4 the whole raised to 25 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു യൂണിറ്റ് പ്ലേസ് 1 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 7 raised to 71 ഇൻറ്റു യൂണിറ്റ് പ്ലേസ് ഓഫ് 7 raised to 71 ഇൻറ്റു യൂണിറ്റ് പ്ലേസ് ഓഫ് 3 raised to 100 ഈസ് ഈക്വൽ ടു 3 into 1 that is equal to 3. Answer is option B. If you like my class, please subscribe, like and share. Thank you.